ഇപ്പോൾ തിരച്ചിലിന് കൂടുതൽ ജീവൻ വെച്ചു എന്ന് പറയാൻ കഴിയുന്ന ഒരു സ്ഥിതി. എല്ലാവരും ഒരുമിച്ച് തിരച്ചിൽ എന്നത് ഏറെ നേരമായി ചർച്ചയാവുകയാണെങ്കിലും ഇപ്പോഴാണ് സംയോജിതമായ ഒരു തിരച്ചിൽ. ഈശ്വർ മാൽപ്പെ സംഘത്തിന് പിന്തുണയും അതിനൊപ്പം തന്നെ സമാന്തരമായൊരു പരിശോധനയൊക്കെ നടത്താനുള്ള സംഘങ്ങൾ ഇപ്പോഴാണ് പുഴയിലേക്ക് എത്തുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോഴാണ് തീർച്ചയായിട്ടും ഒരു ഊർജിതമായ ഒരു തെരച്ചിൽ പുഴയിൽ നടക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഒരു വശത്ത് ഈശ്വർ മാൽപ്പയ്ക്കൊപ്പം മറ്റൊരാൾ അവർ പുഴയിൽ ഇറങ്ങുന്നു. ഒപ്പം മറുവശത്ത് SDRFന്റെ ആളുകൾ, മത്സ്യത്തൊഴിലാളികൾ, അങ്ങനെ വലിയ സന്നാഹം തന്നെ ഇപ്പോൾ പുഴയിൽ തെരച്ചിൽ നടത്തുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഈ മണിക്കൂറിൽ മാത്രമാണ് ഇത്രയധികം സജ്ജമായി അല്ലെങ്കിൽ ഊർജിതമായ ഒരു തെരച്ചിൽ നടത്തുന്നത് എന്നതാണ്. നേരത്തെ മനാഫ് പറഞ്ഞതുപോലെ തന്നെ വെള്ളത്തിന്റെ ജലനിരപ്പ് ഉയർന്നാൽ അത് വലിയ ആശങ്ക സൃഷ്ടിക്കും, അത് തെരച്ചിലിന് വലിയ ബുദ്ധിമുട്ടാകും. പക്ഷേ രാവിലെ ഇങ്ങനെയായിരുന്നില്ല. രാവിലെ കുറച്ചുകൂടി അനുകൂലമായ ഒരു സാഹചര്യമാണ്. അർജുന്റെ ബന്ധു ജിതിൻ പറഞ്ഞതുപോലെ തന്നെ 10 മണിക്കാണ് ഇത് തുടങ്ങുന്നത്. ഒരു സർക്കാർ സംവിധാനം പോലെ പ്രവർത്തിക്കുന്നു എന്നൊരു ആക്ഷേപം ജിതിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതേസമയം ഈ സമയമാകുമ്പോൾ വലിയ രീതിയിൽ തെരച്ചിൽ നടക്കുന്നു, വലിയ സന്നാഹങ്ങൾ ഉപയോഗിക്കുന്നു. ആളുകൾ കൂടുതലായി SDRFന്റെ ആളുകളാണ് കൂടുതലായി ഇവിടെ ഈ തെരച്ചിലിന്റെ ഭാഗമാകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു വശത്ത് ഈശ്വർ മാൽപ്പെ ഇപ്പോൾ അദ്ദേഹം പുഴയിലേക്ക് നീന്തുകയാണ്. അദ്ദേഹത്തിനൊപ്പമുള്ളയാൾ, ഈശ്വർ മാൽപ്പയ്ക്കൊപ്പമുള്ളയാൾ ഇപ്പോൾ പുഴയിൽ മുങ്ങിക്കഴിഞ്ഞു. ഒപ്പം ഈശ്വർ മാൽപ്പെ അവിടെയുണ്ട്. അവർ രണ്ടുപേരും ഒരേ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. അവിടെ ആ ഭാഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ധനത്തിന്റെ അംശം, ഈ ജലത്തിൽ ഇന്ധനത്തിന്റെ അംശം കണ്ടു എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നതിന്റെ ഭാഗമായി ഈശ്വർ മാൽപ്പയ്ക്കൊപ്പം ഉണ്ടായിരുന്നയാൾ മുങ്ങിയിട്ടുള്ളത്. അവിടെ വലിയ തെരച്ചിൽ നടത്തും. നേരത്തെ ഈ പറയുന്ന ഉപകരണം കിട്ടിയ സ്ഥലം ഇവിടെ നിന്ന് കുറച്ച് മാറിയാണ്. അത് ഏതാണ്ട് ഇവിടെ നിന്നും ഏതാണ്ട് ഒരു 50 മീറ്റർ അകലെയായാണ് ഇപ്പോൾ അല്പം മുമ്പ് ഈ ലോറിയുടെ എന്ന് കരുതുന്ന, അല്ലെങ്കിൽ ടാങ്കർ ലോറിയുടെ എന്ന് കരുതുന്ന ഈ ഉപകരണം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലത്ത് മാത്രമല്ല മറ്റൊരു സ്ഥലത്തേക്കും ഇപ്പോൾ തെരച്ചിൽ മാറ്റി വേറൊരു സ്ഥലത്താണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. അവിടെ തെരച്ചിൽ നടത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഓയിലിന്റെ അംശമൊക്കെ കണ്ട സ്ഥലം ആയതുകൊണ്ടാണ് അവിടെ കൂടുതൽ പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോകുന്നത്. അതേസമയം ഈ ഹൈഡ്രോളിക് ജാക്കി കിട്ടിയ സ്ഥലം ഇവിടെ നിന്ന് വേറെ മാറിയാണ്. അതൊരു 100 മീറ്ററിലേക്ക് അപ്പുറത്തേക്ക് പോയാൽ മാത്രമാണ് അവിടെയാണ് ഈ പറയുന്ന ജാക്കി ലഭിക്കുകയും ചെയ്തത്. ഏതായാലും എല്ലായിടങ്ങളിലും പരിശോധന നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ പരിശോധന നടത്തുന്നു എന്ന് പറയുന്നത് ഇന്ധനത്തിന്റെ അംശം വെള്ളത്തിൽ കണ്ട സ്ഥലത്ത്